ആശമാർ സമരം അവസാനിപ്പിക്കുന്നതിനിടയിൽ ഇന്ന് സമരപ്പന്തൽ മറ്റൊരു കൗതുകകരമായ രംഗത്തിനും സാക്ഷ്യം വഹിച്ചു. സമരപ്പന്തലിൽ ആദ്യമെത്തിയ നേതാക്കളിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരുന്നു. ലൈംഗികാരോപണ വിധേയനായി ഏറെക്കാലം പുറത്തിറങ്ങാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തി. രാഹുലിന്റെ സാന്നിധ്യമുള്ള ആശാ സമര വേദിയിലെത്താൻ പക്ഷേ പ്രതിപക്ഷ നേതാവായ സതീശൻ തയ്യാറായില്ല. പാലക്കാട് MLA വേദിയിൽ നിന്ന് മാറ്റാതെ സതീശൻ പന്തലിലേക്കില്ല എന്ന് നിലപാടെടുത്തു. ഇതോടുകൂടി സംഘാടകർ വലഞ്ഞു. സംഘാടകർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയിച്ചു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റിയ ശേഷമാണ് സതീശൻ സമരപ്പന്തലിൽ എത്തിയത്. PC വിശ്വനാഥ് രാഹുലിനെ കണ്ടതോടെ മടങ്ങിപ്പോയി. സതീശൻ പോയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തിരിച്ചെത്തി. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, സതീശൻ കടുത്ത നിലപാടിൽ തന്നെയാണ്. രാഹുലിന്റെ സാന്നിധ്യമുള്ള ഇടത്തേക്ക് ഞാൻ വരില്ല എന്ന നിലപാട് VD സതീശൻ എടുത്തു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കേണ്ടി വന്നു. VD സതീശൻ മടങ്ങി, രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നു. എന്താണ് നമ്മൾ ഇന്ന് കണ്ടത്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റോഷി? അരുൺകുമാർ, ലൈംഗിക അതിക്രമ ആരോപണത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ന് തലസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ സമരം അവസാനിക്കുന്ന ഘട്ടത്തിൽ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ആ പരിപാടിയിലേക്ക് വരാതെ മാറി നിൽക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഒടുവിൽ സംഘാടകർ തന്നെ ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് സമരവേദിയിൽ നിന്നും പോകാൻ പറഞ്ഞു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരവേദി വിട്ടതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേദിയിലേക്ക് എത്തിയത്. ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ താൻ കൃത്യമായി നിലപാടെടുക്കും, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ആവർത്തിക്കുകയാണ്. നേരത്തെ പാർട്ടിയിൽ ഈ വിഷയത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുന്നു. പിന്നീട് പാർട്ടി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം. ഇപ്പോൾ പാലക്കാട് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആനയിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പോലും വിട്ടുവീഴ്ചയില്ല എന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുന്നത്. ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്ന് ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയുടെ ശബ്ദം ഗർഭഛിദ്രത്തിന് വിധേയമാക്കാൻ ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിലടക്കം ഒറ്റ ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വേദി വിട്ടത്. അതിനിടയിൽ ആശാ പ്രവർത്തകരുടെ വേദിയിലെത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ആശാ പ്രവർത്തകർക്കെതിരെ ഉയരുന്നുമുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അതും കൗതുകമായി. ആശാ വർക്കർമാരുടെ പരിപാടിയിൽ ലൈംഗികാരോപണ വിധേയനായ ഒരാളെ ക്ഷണിച്ചു വരുത്തിയതും കൗതുകമായ ഒരു കാഴ്ചയായി മാറി.